ഹായ് ഹലോ നിഷി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. എന്തൊക്കെ എല്ലാവരുടെ വിശേഷവും സുഖമാണല്ലോ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സർപ്പപ്പോള, അതായത് സ്നേക്ക് പ്ലാന്റിലെ ഇതൊരു ആഫ്രിക്കൻ വംശജനമായ ഒരു ചെടിയാണ് കേട്ടോ. ഇത് പാമ്പിൻ്റെ തൊലി പോലുള്ള ഒരു വരകളുള്ള ഒരു കട്ടിയുള്ള ഇലയുള്ളതിനാൽ ഇതിനെ നമ്മൾ പാമ്പ് ചെടിയെന്നും, പിന്നെ ഈ മൂർച്ചയുള്ള ഇലകൾ കാരണം അമ്മായിയമ്മയുടെ നാവ് എന്നൊക്കെ ഇതിന് വിളിപ്പേരുണ്ട് കേട്ടോ. ഇതിന് വളരെ കുറഞ്ഞ വെള്ളവും വെളിച്ചവും ഒക്കെ മതി. അതുകൊണ്ട് നമ്മൾ ബെഡ്റൂമിൽ, വീടിൻ്റെ ഉള്ളിലൊക്കെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. രാത്രിയിൽ ഇതിന് എന്താണ് ബെനിഫിറ്റ് എന്താ വെച്ചാൽ, രാത്രിയിൽ ഓക്സിജൻ നൽകുന്നതിനാൽ ഈ വീടുകളിലൊക്കെ നമുക്ക് വളർത്താൻ മികച്ചൊരു സംഭവമാണ് നമ്മൾ ഈ സ്നേക്ക് പ്ലാന്റ് കേട്ടോ. ഇതിന് മറ്റു ചെടികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് രാത്രിയിൽ ഓക്സിജൻ പുറത്തുവിടുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ ഇത് വായു ശുദ്ധീകരണം, ഇതിൽ കാർബൺ മോണോക്സൈഡ്, ബെൻസിന് തുടങ്ങിയ വിഷവസ്തുക്കളെ വലിച്ചെടുത്ത് മുറികളിലെ വായു ശുദ്ധീകരിക്കുന്നുണ്ട് കേട്ടോ. അതായത് കാർബൺ മോണോക്സൈഡും ബെൻസിനും വിഷാംശങ്ങളൊക്കെ വലിച്ചെടുത്തിട്ട് ഇത് റൂമിനെ നമുക്ക് വായു നല്ല ശുദ്ധീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് റൂമുകളിലൊക്കെ വെക്കുന്നത് നല്ലതാണ്. കിടപ്പുമുറയ്ക്ക് നല്ല അനുയോജ്യമാണ്. അതായത് ശുദ്ധവായു നമുക്ക് തണുപ്പ് നൽകി നല്ല ഉറക്കം ലഭിക്കാനൊക്കെ ഇത് നല്ലൊരു ചെടി. അതായത് നമുക്ക് വീടിൻ്റെ, ഞാൻ പറഞ്ഞല്ലോ, ബെഡ്റൂമിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം ഇതിന് അധികം വെളിച്ചവും വേണ്ട, വെള്ളവും തന്നെ കുറച്ച് മതി. അതിൻ്റെ പരിപാലനം എന്ന് വെച്ചാൽ നേരിട്ട് ശക്തമായ വെയിൽ ഇതിന് ആവശ്യമില്ല. അതിൻ്റെ ഗുണങ്ങൾ അതാണ്. പിന്നെ കുറഞ്ഞ വെളിച്ചം മതി. വീടിൻ്റെ ഉള്ളിലൊക്കെ നന്നായി വളരും കേട്ടോ. സ്ലോലിയാണ് ഇതിൻ്റെ വളർച്ച. പിന്നെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് നനയ്ക്കേണ്ടതില്ല. മണ്ണ് നന്നായി ഉണങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഞാനൊരു തുണി വെച്ചിട്ടുണ്ട്. തുണി പറഞ്ഞാൽ നമ്മളൊരു പുല്ലിൻ്റെ ഒരു ചവിട്ടി വെച്ചിട്ടാണ് ഞാനത് വെച്ചിട്ടുള്ളത്. ഞാനിവിടെ കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ വെച്ചിട്ടുള്ളത്. കുട്ടികളുടെ വീട്ടിൽ ഇതിങ്ങനെയൊന്നും വെക്കാൻ പാടില്ല. ഇതിന് കുറച്ച് അപകട സാധ്യതയും കൂടി ഉണ്ട് കേട്ടോ. ഞാനത് പറയാവേ. അതേപോലെ ഇത് അമിതമായി നനച്ചാൽ ഇതിൻ്റെ വേര് വേഗം ചീഞ്ഞു പോട്ടോ. അങ്ങനെയൊക്കെ ഒരു ഇതിന് ഒരു ദോഷങ്ങളും ഉണ്ട്, അതുപോലെ നമുക്ക് ഗുണങ്ങളും ഉണ്ട് കേട്ടോ. ഇപ്പം ഇത്രയും ഞാൻ പറഞ്ഞ ഗുണങ്ങളാണ്. ഇനി ദോഷങ്ങളും കൂടി നമുക്കൊന്ന് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ ഇതിന് കുറച്ച് അപകട സാധ്യത ഉണ്ട്. അതായത് മൃഗങ്ങൾക്കും കുട്ടികൾക്കുമാണിത്. അതായത് ഈ ചെടിയിൽ നാം പറഞ്ഞല്ലോ കാർബൺ മോണോക്സൈഡ്, അതുപോലെ സപ്പോണിൻ, അത് വിഷമുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഇലകളിൽ നമ്മൾ കുട്ടികൾ ആരെങ്കിലും പൂച്ചയോ നായയോ കുട്ടികളോ ഒക്കെ ഇത് കടിച്ച് തിന്നാൽ ഛർദി, വയറിളക്കം, അതുപോലെ വായിൽ അസ്വസ്ഥത, പിന്നെ നമ്മൾ ഉമിനീരൊഴുക്ക് എന്നിവയൊക്കെ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അതുപോലെ അമിതമായിട്ട്, ഞാൻ പറഞ്ഞല്ലോ, അമിതമായിട്ട് വെള്ളം ഒഴിച്ചാൽ ഇത് ചീഞ്ഞു പോകും. വളരെ കുറഞ്ഞ പരിചരണം മാത്രം ഇതിന് ആവശ്യമുള്ള ചെടിയാണ്. സ്ഥിരമായി വെള്ളമൊഴിച്ച് അതിൻ്റെ വേരുകളൊക്കെ നന്നായിട്ട് ചീരിഞ്ഞ് നശിച്ചു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ ചിലർക്ക് ഇത് അലർജി കാരണമാക്കും. അപൂർവമായ ചില ആളുകളിൽ ഇതിൻ്റെ നീര് തൊലിപ്പുറത്ത് തട്ടിയാൽ ചൊറിച്ചിലോ എരിച്ചിലോ ഒക്കെ നമുക്ക് അനുഭവപ്പെടാം. ഞാൻ പറഞ്ഞല്ലോ മന്ദഗതിയിലുള്ളൊരു വളർച്ചയാണ്. അതുപോലെ ഇതിന് മൂർച്ചുള്ള അറ്റങ്ങളുണ്ട്. അതായത് ഇതിൻ്റെ ഇലകളുടെ അറ്റങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ. അതുകൊണ്ട് തന്നെ നമ്മളെ കൈ മുറിയാനൊക്കെ സാധ്യത ഉണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, വളർത്തു മൃഗങ്ങളോ ചെറിയ കുട്ടികളോ ഒക്കെ ഉണ്ടെങ്കിൽ തൊടാത്ത രീതിയിൽ നല്ല സ്റ്റാൻഡിലൊക്കെ കയറ്റി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയാണ് ഇതിൻ്റെ ദോഷങ്ങൾ. പക്ഷേ നല്ല ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമ്മൾ വീടുകളിൽ വെക്കുന്നത് നല്ലതുമാണ്. ഇത്രയും അറിവുകൾ ഞാൻ തന്നിട്ടുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം. ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.